ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മാന്യന്മാരെ സൂക്ഷിക്കുക എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ്. ഇനി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണുക. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AYZ സയൻസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. നമ്മളെല്ലാവരും പുറത്തൊക്കെ പോയി ഒരുപാട് ഫ്രണ്ട്സും റിലേറ്റീവ്സിൻ്റെ അടുത്ത് സംസാരിക്കലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മാന്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആളെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക അതെന്തുകൊണ്ടാണെന്ന്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ ഈ ലോകത്ത് കുറേ ടൈപ്പ് ആൾക്കാരുണ്ട്. ക്യാരക്ടർ വൈസാണ് ഞാൻ പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ളത് മാന്യന്മാരാണ്. മാന്യമായിട്ട് പെരുമാറുന്ന ആൾക്കാരെന്നല്ല, പക്ഷെ ഒരുപാട് മാന്യമായിട്ട് പെരുമാറുന്ന ആൾക്കാരെയാണ് സൂക്ഷിക്കേണ്ടത്. ഇവരുടെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ മറച്ചു വെച്ചിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ ഒരു നല്ലൊരു ക്യാരക്ടർ അവർ പുറത്ത് കാണിച്ച് നടക്കുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് അവരെ വിശ്വസിക്കും, അവർക്ക് പെട്ടെന്ന് ചീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഓവറായിട്ട് മാന്യത കാണിക്കുന്ന ആൾക്കാരുടെ മെയിൻ ഉദ്ദേശം തന്നെ. ഇത്തരത്തിലുള്ള ആൾക്കാർ ഇന്നസെന്റ് ആണ് അവര് എന്നുള്ളത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കും. കാരണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ വിശ്വാസം പിടിച്ചു പറ്റാൻ പറ്റുക. കൂടുതലും ഇങ്ങനെയുള്ള ആൾക്കാർ ഒരാളെ ചീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാനോ വേണ്ടി മാത്രമായിരിക്കും ഒരുപാട് മാന്യത കാണിക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ് മെയിനായിട്ട് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ സൂക്ഷിക്കണമെന്ന്. ഇനി ഇങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ എളുപ്പം തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് കമ്പനിയാവും നമ്മളോട്, ഭയങ്കര ഫ്രണ്ട്ലി. അതായത് ഒരു ഫസ്റ്റ് ടൈം കണ്ട് സംസാരിക്കുകയാണെങ്കിലും ഓവർ ഫ്രണ്ട്ലി ആയിരിക്കും. നിങ്ങൾക്ക് ഇവരെന്താ എനിക്ക് കുറേ മുമ്പ് പരിചയമുള്ളതാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റ് ഇവർ കൊണ്ടുവരും സംസാരത്തിന്. പിന്നെ ഒരുപാട് കയറി സംസാരിക്കുന്ന ആളായിരിക്കും. അതാണ് ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഈ ഒരു കാര്യം വെച്ച് എല്ലാവരും ജഡ്ജ് ചെയ്യാൻ പോകാൻ പാടില്ല. ചിലവർ ഫസ്റ്റ് ടൈം കാണുന്ന സമയത്ത് കുറച്ച് നന്നായി സംസാരിക്കുന്നതായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ആൾക്കാർ ഈ ഓവർ മാന്യത എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യും. ഒരുപാട് കയറി സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഇന്നസെന്റ് ആവുന്നുണ്ട്, ഒരുപാട് ഫ്രണ്ട്ലി, കുറച്ച് ഓവറാണെന്ന് നമുക്ക് തോന്നിക്കുന്ന തരത്തിലായിരിക്കും ഇവരുടെ സ്വഭാവം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കും. അതും കുറച്ച് ഓവറായിരിക്കും. എല്ലാവരെയും നമ്മളിങ്ങനെ കാണാൻ പറ്റില്ല, പക്ഷെ ചില ആൾക്കാർ ഇങ്ങനെ ഉണ്ട്. അതായത് അവർ നീ ഇങ്ങനെയാണല്ലേ, അത് അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങളെ പുകഴ്ത്തി പറയുകയും അതായത് നിങ്ങളുടെ മനസ്സിൽ അവർക്കൊരു പ്ലേസ്, ഒരു ഇടം കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ മനസ്സിൽ ഇടം നേടാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളെക്കുറിച്ച് നല്ലത് ഒരുപാട് പറയും. ഇവർക്ക് വർത്തമാനത്തിലൂടെ, സംസാരത്തിലൂടെ ആൾക്കാരെ പിടിച്ചു പറ്റാനുള്ള കഴിവ് നല്ല കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പോവുകയാണ്, ഒരു ക്രൗഡിൽ പോയിരിക്കുകയാണ്, പെട്ടെന്ന് ഒരാൾ വന്നിട്ട് സംസാരിച്ച് പരിചയപ്പെടുന്നു. അവർ ഒരുപാട് നേരം സംസാരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇനി ഈ ഒരു എന്താ പറയുക, ഈ ഒരു ക്യാരക്ടർ, ഞാൻ പറഞ്ഞ ഈ ഒരു ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് അറിയാൻ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുകയും അതേപോലെ തന്നെ അവർ ഓവർ കോൺഫിഡൻ്റ് ആയിരിക്കും സംസാരിക്കുന്ന സമയത്ത്. നിങ്ങൾക്ക് തന്നെ ഈ ഒരു കാര്യം തോന്നും ഇവർ കുറച്ച് ഓവറല്ലേ എന്ന്. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ക്രൗഡിൽ ചെന്ന് നിൽക്കുകയാണ്, അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്ന് സംസാരിക്കുകയാണ്. സംസാരിക്കുന്ന സമയത്ത് ആ വ്യക്തി എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് എന്നൊന്ന് നോട്ട് ചെയ്യുക. ആദ്യം അവർ വന്ന് കാഷ്വലായിട്ട് പരിചയപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ നെയിം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഓവറായിട്ട് അങ്ങോട്ട് കയറി സംസാരിക്കരുത്. പിന്നെ അവർ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ആളാവാൻ ചാൻസ് ഉണ്ട്. ഓവർ ഫ്രണ്ട്ലി ആവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ, ഫസ്റ്റ് ടൈം കാണുന്ന സമയത്ത് തന്നെ ഓവർ ഫ്രണ്ട്ലി ആവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ സൂക്ഷിച്ചോളുക. ഇതൊരു റെഡ് ഫ്ലാഗ് ആണ്. ഇത്തരത്തിലുള്ള ആൾക്കാർ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും നിങ്ങളുടെ അടുത്ത് അറ്റാച്ച്മെന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു അറ്റാച്ച്മെന്റിൽ നിങ്ങൾക്ക് തോന്നണം ആ വ്യക്തിയെ വിശ്വസിക്കാൻ പറ്റുന്ന. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം പിടിച്ചെടുക്കാൻ വേണ്ടി ഇവർ ഓവറായിട്ട് കയറി സംസാരിക്കുകയും ഓവർ ഫ്രണ്ട്ലി ആവുകയും ഭയങ്കര കോൺഫിഡൻ്റ് ആവുകയും പിന്നെ ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് അഭിനയിക്കുകയും ചെയ്യും. മുഖം മൂടി വെച്ച് നടക്കുന്ന ഒരു ആൾക്കാരാണ് ഇവരെ സൂക്ഷിക്കുക. മുഖം മൂടി അണിഞ്ഞ് നടക്കുന്ന ആൾക്കാരായിരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാർ. ഇനി നിങ്ങൾ ആരെങ്കിലും പരിചയപ്പെടുന്ന സമയത്ത് നിങ്ങൾ അവരുടെ സംസാരം ശ്രദ്ധിക്കുക. അവരെങ്ങനെയൊക്കെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, പെരുമാറുന്നത് എന്നുള്ളത് നല്ല വ്യക്തമായി നിരീക്ഷിക്കുക. അവർ ഒരുപാട് ഇന്നസെന്റ് ആണെന്ന് കാണിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ, ഒരുപാട് ഫ്രണ്ട്ലി ആവുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് മാന്യത പുലർത്തുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ അവരുടെ ക്യാരക്ടർ നന്നായിട്ടൊന്ന് നിരീക്ഷിച്ചിട്ട് വേണം നിങ്ങൾ തിരിച്ച് എങ്ങനെയൊക്കെ പെരുമാറണം, എങ്ങനെയൊക്കെ നിൽക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്.
ഇനി നിങ്ങൾ കറക്റ്റ് റെഡ് ഫ്ലാഗിന് തന്നെയാണ് പോയി സംസാരിച്ച് പരിചയപ്പെട്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളത് പതുക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വരാൻ നോക്കുക. നിങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ കൂട്ടുകൂടാൻ വരുന്ന ആൾക്കാർ നന്നായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ പ്രശ്നക്കാരായിരിക്കില്ല. ഇവരെ കുറച്ച് ഓവറായിട്ട് കോൺഫിഡൻസും അതേപോലെ തന്നെ ഭയങ്കരമായിട്ടൊരു ഇന്നസെൻസും ഈ പറഞ്ഞ പോലെ മാന്യതയൊക്കെ കാണിക്കുന്ന ആൾക്കാരെ, മാന്യന്മാരെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ട്രൂ ആയിട്ടുള്ള ഒരു ഫാക്ട് തന്നെയാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത് ഇതുപോലെ നല്ല മാന്യമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരോട് ചെന്ന് കൂട്ടുകൂടിയും കൂട്ടിപ്പിടുത്തമുള്ളവർക്കൊക്കെ ആയിരിക്കും. ആർക്കെങ്കിലും ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ ഒരാളെ പരിചയപ്പെടുകയാണ്, ആ വ്യക്തി പെട്ടെന്ന് കയറി ഫ്രണ്ട്ലി ആവുന്നില്ല, കുറച്ചൊരു സംസാരിക്കാൻ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ നന്നായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ ഓവറായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവരെ വിശ്വസിക്കാം. കണ്ണടച്ച ആരെയും വിശ്വസിക്കരുത്. പക്ഷെ വിശ്വസിക്കാം ഇവർ ചതിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടി അറ്റാച്ച്മെന്റിന് വേണ്ടിയൊന്നും വന്നതല്ല എന്നുള്ളത്. അതേപോലെ ഒരുപാടൊക്കെ കയറി സംസാരിക്കുകയും ഫ്രണ്ട്ലി ആവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരൊന്ന് സൂക്ഷിക്കുക. ഈ സൈലന്റ് ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ കുറച്ച് കോൺഫിഡൻസ് ഇല്ലായ്മ സംസാരിക്കാൻ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ നമ്മൾ അങ്ങോട്ട് കയറി എന്തെങ്കിലും ചെയ്താൽ അവർ തിരിച്ചിങ്ങോട്ടേക്ക് എന്തെങ്കിലും പണി തരാനോ മറ്റോ വരുള്ളൂ. അതും റയറാണ് പണി തരാൻ വരുന്നത്. ഇനി അതല്ല, ഒരുപാട് നന്നായി സംസാരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ നന്നായിട്ട് സൂക്ഷിക്കണം. കാരണം അവർ ചില സമയത്ത് ഒപ്പം നിന്ന് തോളി കയറ്റിട്ടായിരിക്കും ചിലപ്പോൾ പണി തരുന്നുണ്ടാവുക. നമ്മൾ അറിയുകയും കൂടെ ചെയ്യില്ല, നമ്മൾ വല്ലാതെ വിശ്വസിച്ച് പോകും. അപ്പോൾ ഓവറായിട്ട് സംസാരിക്കുന്നവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓവറായിട്ട് സംസാരിക്കുന്നവരെ, നോട്ട് ദ പോയിന്റ്. ഓക്കെ, ഇനി നിങ്ങളുടെ അടുത്ത് നന്നായി ബിഹേവ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നന്നല്ല എന്നും പറഞ്ഞ് നടക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഗുഡ് ബൈ.